മുട്ട ആരോഗ്യത്തിന് ഏറെ ചേർന്നൊരു ഭക്ഷണ വസ്തുവാണ്. ധാരാളം പോഷക ഗുണങ്ങൾ ഒത്തിണങ്ങിയ ഒന്നാണിത്. മുതിർന്നവർക്കും കുട്ടികൾക്കുമെല്ലാം ഒരുപോലെ കഴിക്കാവുന്ന നല്ലൊന്നാന്തരം ഭക്ഷണ വസ്തു കൂടിയാണ് മുട്ട. ധാരാളം പ്രോട്ടീൻ അടങ്ങിയ ഒരു ഭക്ഷണമാണ് മുട്ട എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ശരീരത്തിൻ്റെ ധാരാളം പ്രവർത്തനങ്ങൾക്ക് മുട്ട അത്യാവശ്യമാണ്. പ്രത്യേകിച്ചും കുട്ടികളുടെ വളർച്ചയ്ക്ക് മുട്ടയും പാലും മാത്രം മതി. പ്രോട്ടീനു പുറമെ വൈറ്റമിൻ ഡി, കാൽസ്യം എന്നിവയെല്ലാം ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ലൂട്ടൻ, സ്കാന്തിൻ എന്നിങ്ങനെയുള്ള കരോട്ടിനോയിഡുകളും മുട്ടയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഒരുപോലെ ആരോഗ്യകരമാണ്. പ്രോട്ടീനുകളും കാൽസ്യവുമെല്ലാം ലഭിക്കാൻ മുട്ട മുഴുവൻ കഴിക്കണമെന്നതാണ് വാസ്തവം. എന്നാൽ മുട്ടയുടെ മഞ്ഞയിൽ കൊളസ്ട്രോൾ ഉണ്ടെന്ന കാര്യം പറഞ്ഞ് പലരും ഇത് കഴിക്കാറില്ല. മുട്ട മഞ്ഞയും ആരോഗ്യത്തിന് ഏറെ ഉത്തമമാണെന്നാണ് വാസ്തവം. ഇതിലെ കൊളസ്ട്രോൾ അത്ര ഭയപ്പെടേണ്ടതില്ല. അമിതമായി കഴിച്ചാൽ മാത്രമേ പ്രശ്നം വരികയുള്ളൂ. മുട്ട പല വിധത്തിലും നമുക്ക് കഴിക്കാം. ഇത് പുഴുങ്ങിയും കറിയായും ഓംലെറ്റായും ബുൾസയായും മുട്ട ബുർജിയുമായുമെല്ലാം കഴിക്കാവുന്നതാണ്. പൊതുവെ പ്രചാരത്തിലുള്ള ഏറ്റവും നല്ല വഴികൾ ബുൾസയായിട്ടും ഓംലെറ്റായിട്ടും അതുപോലെ പുഴുങ്ങിയും കഴിക്കുന്നതാണ്. എന്നാൽ പച്ചമുട്ട കഴിച്ചാൽ വളരെയധികം ഗുണങ്ങളുണ്ട്, പ്രത്യേകിച്ചും പുരുഷന്മാർക്ക്. പച്ചമുട്ട കഴിക്കാൻ അത്ര സ്വാദിഷ്ടമല്ലെങ്കിലും പലരും, പ്രത്യേകിച്ചും പുരുഷന്മാർ ചിലരെങ്കിലും സ്വീകരിക്കുന്ന വഴിയാണിത്. ഇതിന് അങ്ങേയറ്റത്തെ ആരോഗ്യ ഗുണങ്ങളുണ്ടെന്നതാണ് വാസ്തവം. പച്ചമുട്ട ദിവസവും അടുപ്പിച്ച് പുരുഷന്മാർ കഴിച്ചാൽ ധാരാളം ഗുണങ്ങൾ ലഭിക്കും. സ്ത്രീകളെക്കാൾ പുരുഷന്മാർക്കാണ് ഇതിൻ്റെ ഗുണങ്ങൾ കൂടുതൽ ലഭിക്കുന്നതും. ദിവസവും ഒരു പച്ചമുട്ട വീതം കഴിച്ചാൽ എന്തെല്ലാം ആരോഗ്യ ഗുണങ്ങളുണ്ടെന്ന് നമുക്ക് നോക്കാം. അലർജി. വേവിക്കാത്ത മുട്ടയിൽ പ്രോട്ടീൻ, കൊഴുപ്പുകൾ എന്നിവയുടെ കെമിക്കൽ കോമ്പോസിഷൻ വ്യത്യസ്തമാണ്. വേവിക്കുമ്പോൾ മുട്ടയിലെ പ്രോട്ടീൻ രൂപം മാറുന്നു. ഇത് ചിലരിൽ മുട്ട അലർജിയാകാൻ കാരണമാകുന്നുണ്ട്. പ്രത്യേകിച്ചും എഗ് അലർജി പ്രശ്നങ്ങളുള്ളവർക്ക് ചെയ്യാവുന്ന ഒരു വഴിയാണിത്. പച്ചമുട്ട മുട്ട അലർജി ഉണ്ടാക്കുന്നില്ല. അതുപോലെ തന്നെ കൊഴുപ്പുകൾ. നമ്മുടെ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമാണ് വെള്ളത്തിൽ അലിയുന്ന കൊഴുപ്പുകൾ. ഇത് ധാരാളം പച്ചമുട്ടയിൽ അടങ്ങിയിട്ടുണ്ട്. മുട്ടയിലെ വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ കെ എന്നിവയാണ് ഈ ഗുണങ്ങൾ നൽകുന്നത്. ഇതിലെ വൈറ്റമിൻ B12 അഥവാ റൈബോഫ്ലാവിൻ മുട്ടയിൽ 0.2 മില്ലിഗ്രാം റൈബോഫ്ലാവിൻ അടങ്ങിയിട്ടുണ്ട്. ഈ പ്രത്യേക വൈറ്റമിൻ കൊഴുപ്പ്, കാർബോഹൈഡ്രേറ്റുകൾ, പ്രോട്ടീൻ എന്നിവ പെട്ടെന്ന് തന്നെ ദഹിക്കാൻ അത്യാവശ്യമാണ്. ഞരമ്പുകൾക്കും ബ്ലഡ് കോശങ്ങൾക്കും അത്യാവശ്യമായ ഒന്നാണിത്. ഇതിനു പുറമെ മഗ്നീഷ്യം, സിങ്ക്, കാൽസ്യം എന്നിവയും ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ ഡി. ധാരാളം വൈറ്റമിൻ ഡി അടങ്ങിയ ഒന്നാണിത്. വൈറ്റമിൻ ഡി എല്ലാ ഭക്ഷണങ്ങളിൽ നിന്നും ലഭിക്കുകയില്ല. സൂര്യപ്രകാശമാണ് ഇതിൻ്റെ മുഖ്യ ഉറവിടം. വൈറ്റമിൻ ഡി ക്യാൻസർ തടയാൻ അത്യാവശ്യമാണ്. ഇതിനു പുറമെ ശരീരത്തിന് കാൽസ്യം ആഗിരണം ചെയ്യുവാനും ഇത് ഏറെ അത്യാവശ്യമാണ്. ഇതുവഴി എല്ലുകളുടെ ആരോഗ്യത്തിനും പച്ചമുട്ട ഉത്തമമാണ്. പച്ചമുട്ടയിൽ വേവിക്കാത്തത് കൊണ്ട് തന്നെ ഇത്തരം ഗുണങ്ങൾ വർദ്ധിക്കും. ഇതിലെ സെലേനിയം എന്ന ഘടകവും എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് ഉത്തമമാണ്. ദാമ്പത്യ ജീവിതത്തിൽ മുട്ടയ്ക്ക് വലിയൊരു പങ്ക് തന്നെയുണ്ടെന്ന് നമുക്ക് പറയാം. കാരണം ആരോഗ്യത്തിൻ്റെ കലവറ തന്നെയാണ് മുട്ട. പുരുഷന്മാർ ദിവസവും മുട്ട കഴിക്കുന്നത് കൊണ്ട് നിരവധി ഗുണങ്ങളാണുള്ളത്. പുരുഷന്മാരുടെ ആരോഗ്യത്തിന് വേവിച്ച മുട്ടയേക്കാൾ പച്ചമുട്ട വളരെ നല്ലതാണ്. പച്ചമുട്ട കഴിക്കുന്നത് കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പോഴും പലർക്കും അറിയില്ല. പുരുഷന്മാരിലെ സെക്സ് സ്റ്റാമിനയ്ക്ക് ഏറ്റവും ചേർന്ന ഒരു ഭക്ഷ്യവസ്തുവാണ് പച്ചമുട്ട. ഇത് പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോൺ ഉൽപ്പാദനം വർദ്ധിപ്പിക്കും. നല്ല കരുത്തും നൽകും. ബീജസംഖ്യയും ബീജഗുണവുമെല്ലാം വർദ്ധിപ്പിക്കുകയും ചെയ്യും. സെക്സിന് മുമ്പ് പച്ചമുട്ട കഴിക്കുന്നത് കിടക്കയിലെ പ്രകടനം മെച്ചപ്പെടുത്തും. ഇതിലെ സിങ്ക് ബീജങ്ങളെ സഹായിക്കും. മസിലുകൾക്ക് ശ്രമിക്കുന്ന പുരുഷന്മാർക്ക് കഴിക്കാവുന്ന ഉത്തമ ഭക്ഷണ വസ്തുവാണിത്. പ്രോട്ടീനുകൾ മസിൽ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. പച്ചമുട്ടയിൽ പ്രോട്ടീൻ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഒരു പച്ചമുട്ടയിൽ 6 ഗ്രാം പ്രോട്ടീനുകൾ അടങ്ങിയിട്ടുണ്ട്. പ്രോട്ടീനുകൾ കോശ വളർച്ചയ്ക്കും കോശങ്ങളുടെ കേടുപാടുകൾ തീർക്കുന്നതിനും അത്യാവശ്യമാണ്. ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയ ഒന്നാണ് പച്ചമുട്ട. 2 പച്ചമുട്ടയിൽ ഒരു ആപ്പിളിലുള്ളതിനേക്കാൾ ഇരട്ടി ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. ഇതിലെ ട്രിപ്റ്റോഫാൻ, തൈറോസിൻ എന്നീ 2 ഹോർമോണുകളാണ് ഇതിന് സഹായിക്കുന്നത്. ബയോട്ടിൻ. ധാരാളം ബയോട്ടിൻ അടങ്ങിയ പ്രകൃതിദത്ത ഭക്ഷണ വസ്തുവാണ് മുട്ട. ഫാറ്റി ആസിഡുകൾ, ഗ്ലൂക്കോസ് എന്നിവയുടെ ഉൽപ്പാദനത്തിന് ബയോട്ടിൻ ഏറെ അത്യാവശ്യമാണ്. കാർബോഹൈഡ്രേറ്റുകൾ, അമിനോ ആസിഡുകൾ എന്നിവയുടെ ഉൽപ്പാദനത്തിന് ഫാറ്റി ആസിഡുകളും ഗ്ലൂക്കോസും അത്യാവശ്യമാണ്. കണ്ണിൻ്റെ ആരോഗ്യത്തിനും
മുട്ടയിലെ ല്യൂട്ടിൻ, കരോട്ടിനോയിഡുകൾ എന്നിവ കണ്ണിൻ്റെ ആരോഗ്യത്തിനും ഏറെ നല്ലതാണ്. പ്രത്യേകിച്ചും മാക്യുലാർ ഡീജനറേഷൻ തടയാൻ അന്ധതയ്ക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണിത്. ഇതിനു പുറമെ ഇവയിൽ അയേൺ, സിങ്ക്, കോപ്പർ എന്നിവയും ധാരാളം അടങ്ങിയിട്ടുണ്ട്. മുട്ട പച്ചക്ക് കഴിക്കാൻ ഒട്ടുമിക്ക ആളുകൾക്കും ഭയമാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇതിൽ സാൽമൊണല്ല ബാക്ടീരിയ ബാധയുണ്ടാകുമെന്നതാണ്. എന്നാൽ ഓർഗാനിക് മുട്ട കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. മാത്രമല്ല, കഴിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ പുറം ഭാഗം, അതായത് മുട്ടയുടെ തോൽ ഭാഗം നല്ല ചൂടുവെള്ളം ഉപയോഗിച്ചോ മറ്റോ നല്ലോണം വൃത്തിയായിട്ട് കഴുകണം. ഇതോടെ ഈ ബാക്ടീരിയൽ ബാധയിൽ നിന്നും രക്ഷ നേടുകയും ചെയ്യും. ഏറ്റവും നല്ലത് നമ്മുടെ വീട്ടിലൊക്കെ വളർത്തുന്ന നാടൻ കോഴിയുടെ മുട്ട ഇതുപോലെ പച്ചക്ക് കുടിക്കുന്നതാണ്. അതിനാണ് ഏറ്റവും കൂടുതൽ ഗുണങ്ങൾ ലഭിക്കുന്നത്. ആരോഗ്യകരമായി വളർത്തുന്ന കോഴികളിൽ ഇത്തരം ബാക്ടീരിയ ബാധ ഉണ്ടാവുകയില്ല. ഗർഭകാലത്തും പച്ചമുട്ട ഏറ്റവും നല്ലതാണ്. ഫോളേറ്റിൻ്റെ നല്ലൊരു ഉറവിടമായതുകൊണ്ട് ഗർഭകാലത്തും പച്ചമുട്ട നല്ലതാണ്. എന്നാൽ ഗർഭിണികൾ ബാക്ടീരിയൽ അണുബാധ എന്നൊരു മുൻകരുതൽ എടുക്കേണ്ടത് അത്യാവശ്യമായതുകൊണ്ട് വേവിച്ച് കഴിക്കുന്നത് തന്നെയാണ് നല്ലത്. ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് മുട്ടയിൽ സോഡിയം സമ്പുഷ്ടമാണ്. ഇതുകൊണ്ട് തന്നെ ഹൃദയം, നാഡി, കിഡ്നി എന്നിവയുടെ പ്രവർത്തനത്തിന് ഏറെ ഗുണകരമാണ്. അത്ലറ്റുകൾക്ക് മസിൽ വേദന പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സോഡിയം ഏറെ അത്യാവശ്യമാണ്. സോഡിയത്തിൻ്റെ കുറവ് മനംപിരട്ടൽ പോലുള്ള അസ്വസ്ഥതകൾക്ക് വഴിവെക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ മുട്ട ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും മികച്ചതാണ്. അത്ലറ്റുകൾക്കൊക്കെ സ്ഥിരമായി ഒരു പച്ചമുട്ട കഴിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. പുരുഷന്മാർ ദിവസവും ഒരു പച്ചമുട്ട കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. ദിവസവും ചൂടുള്ള കട്ടൻ കാപ്പിയിൽ പച്ചമുട്ട ചേർത്ത് കഴിക്കുന്നത് ഭാരം കുറയ്ക്കാൻ സഹായിക്കുമെന്നും ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കുന്നു. എല്ലുകളുടെ കരുത്തിന് സഹായിക്കുന്ന ഒന്നാണ് മുട്ട. ഇതിലെ കാൽസ്യം, വൈറ്റമിൻ ഡി എന്നിവയാണ് എല്ലിൻ്റെ ബലത്തിന് സഹായിക്കുന്നത്. പ്രത്യേകിച്ചും സ്പോർട്സ്കാരായവർക്ക് കഴിക്കാൻ പറ്റിയ ഒരു നല്ല ഭക്ഷണമാണ് മുട്ട. പ്രായമാകുമ്പോഴുണ്ടാകുന്ന ഓസ്റ്റിയോപോറോസിസ് പോലുള്ള രോഗങ്ങൾക്കുള്ള നല്ലൊരു പരിഹാരം കൂടിയാണ് മുട്ട. മുട്ട ഏത് രൂപത്തിൽ കഴിക്കുന്നതും പുരുഷന്റെ സെക്സ് കഴിവുകളെ വർദ്ധിപ്പിക്കും. മുട്ടയിലെ സിങ്ക് ഇതിന് സഹായിക്കുന്ന ഒന്നാണ്. പുരുഷ ഹോർമോൺ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതും സെക്സിന് സഹായകമാണ്. ഇതിലെ വൈറ്റമിൻ B6, വൈറ്റമിൻ B5 എന്നിവ സെക്സ് സമയത്തെ സ്ട്രെസ്, ഉത്കണ്ഠ തുടങ്ങിയവ നിയന്ത്രിക്കുകയും ഇതുവഴി ഉണ്ടാകാനിടയുള്ള ഉദ്ധാരണ പ്രശ്നങ്ങൾ അകറ്റുകയും ചെയ്യുന്നു. പുരുഷന്റെ ശരീരത്തിന്റെ കരുത്തിനും മുട്ട ഏറെ പ്രധാനമാണ്. സെക്സിന് മുമ്പ് പച്ചമുട്ടയോ പുഴുങ്ങിയ മുട്ടയോ കഴിക്കുന്നത് നല്ല സെക്സിന് സഹായിക്കുമെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. എന്നാൽ പച്ചമുട്ട കഴിക്കുമ്പോൾ സാൽമൊണല്ല എന്ന ബാക്ടീരിയൽ ബാധയുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന കാര്യം ഓർമ്മ വേണം. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലത് നമ്മുടെ വീട്ടിലൊക്കെ വളർത്തുന്ന നാടൻ കോഴിയുടെ നാടൻ മുട്ട കഴിക്കുന്നതാണ്. സെക്സ് പ്രശ്നങ്ങൾക്കും നല്ല ഉദ്ധാരണത്തിനുമായി മുട്ട ചില പ്രത്യേക രീതിയിൽ ഉപയോഗിക്കുന്നത് നല്ലതാണ്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ക്യാരറ്റ് പച്ചക്കരിഞ്ഞ് പകുതി വേവിച്ച മുട്ടയും തേനുമായി കഴിക്കുന്നത് നല്ലതാണ്. പുരുഷന്റെ ഉദ്ധാരണ, ശീഘ്രസ്ഖലന പ്രശ്നങ്ങൾക്കായി മുട്ട പ്രത്യേക രീതിയിൽ ഉപയോഗിക്കാം. 1/2 ടീസ്പൂൺ ഇഞ്ചി നീര്, 1 മുട്ട, 1 സ്പൂൺ തേൻ എന്നിവയാണ് ഇതിന് വേണ്ട സാധനങ്ങൾ. മുട്ട പകുതി പുഴുങ്ങുക, മുഴുവൻ പുഴുങ്ങരുത്. ഇതിൻ്റെ ഉൾഭാഗത്തെ മഞ്ഞ നിറത്തിലുള്ള ഭാഗം എടുക്കുക. ഇതിൽ ഇഞ്ചിനീര്, തേൻ എന്നിവ കലർത്തുക. ഇത് നല്ലതുപോലെ കലർത്താം. ഇത് ദിവസവും 1 മാസം രാത്രി ഭക്ഷണശേഷം കുടിക്കാവുന്നതാണ്. അപ്പോൾ മുട്ടയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചും ദിവസവും പുരുഷന്മാർ ഒരു പച്ചമുട്ട വീതം കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളെക്കുറിച്ചും ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.